വാർത്തകൾ ഇനി ആലുവല്ലേ. ഒരാൾക്കാർ വന്നിട്ട് പോയാൽ മതി, തീരുമാനം ഉണ്ടാക്കുക. ഇത് എപ്പോഴും പോലീസാലും പറഞ്ഞ എന്നിട്ട് മതി. അന്തരീക്ഷ മലിനീകരണം മൂലം ബുദ്ധിമുട്ട്. PCBയുടെ വാഹനം തടഞ്ഞ് പ്രതിഷേധം. എടയാർ, എരമം, മുപ്പത്തടം ഭാഗങ്ങളിലാണ് ഇന്ന് വൈകിട്ടോടെ അന്തരീക്ഷ മലിനീകരണം രൂക്ഷമായത്. എടയാർ വ്യവസായ മേഖലയിലെ അറവ് മാലിന്യ കമ്പനികളിൽ നിന്നുൾപ്പെടെ രൂക്ഷഗന്ധവും പുകയും രൂക്ഷമായതോടെ പ്രദേശവാസികൾ ഏറെ ദുരിതത്തിലായി. ജനങ്ങൾക്ക് ശ്വാസതടസ്സവും ഛർദിയും അനുഭവപ്പെട്ടതോടെ SDPയുടെ നേതൃത്വത്തിൽ PCBയെ വിവരമറിയിച്ചു. നിങ്ങൾക്കില്ല അമ്മ മക്കൾ, നിങ്ങൾ വിളിച്ച പാടുന്ന നിങ്ങൾ എന്തിരുത്തുന്ന പറഞ്ഞ എത്ര കൊല്ലം ഞങ്ങൾ പിന്നെ നിങ്ങളെ ആർക്കാണ് നിങ്ങൾ ചേർക്കാൻ വന്ന? ഇവര് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം പൂട്ടിച്ചിട്ട് രണ്ടാമത്തെ ഒന്നാണ് ഈ കമ്പനി. അടുത്ത അതോറിറ്റി അടുത്ത അതോറിറ്റിക്ക് പോകുമെന്ന് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ കൊടുത്ത കംപ്ലൈന്റുകളിൽ ഇവർ കറക്റ്റായിട്ട് പരിശോധന നടത്തിയില്ലെങ്കിൽ നിങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവുക. എന്തെങ്കിലും ഒരു വഴി ഉണ്ടാകണമല്ലോ. 10-20 കൊല്ലമായി നമ്മളപ്പോ എനിക്ക് അവര് പോട്ടെ. ഞാൻ പറയണേക്ക് നമുക്ക് സൊല്യൂഷൻ തന്നിട്ട് അവര് പോയിക്കോട്ടെ. അവര് പറഞ്ഞിട്ട് സാറുണ്ടല്ലോ, സാറിന്റെ അടുത്ത് നിന്നിട്ട് സൊല്യൂഷൻ പറഞ്ഞിട്ട് പോയിക്കോട്ടെ. ഞങ്ങൾക്ക് ഇനി സ്മെല്ല് ഇവിടെ വരാൻ പറ്റൂല. ഈ കമ്പനിയിലെ ഇപ്പൊ അവര് കയറിയ കമ്പനികൾ പൂട്ടിക്കാൻ പോണെന്ന് പറഞ്ഞു. ഇപ്പൊ 3 കമ്പനി, ആ കമ്പനിയുടെ പേര് ഇവിടെ പറയണം, ആ കമ്പനിയുടെ ഞങ്ങൾക്ക് ഇവിടെ പറയണം. ഇപ്പൊ കഴിഞ്ഞ ദിവസം പൂട്ടിച്ചിട്ട് തുറന്നാണ് ഇതിന്റെ പ്രശ്നത്തില്. എന്നിട്ട് പിന്നെ രണ്ടാമത് ഇതന്നെയുള്ള മേട് ഇവര് കറക്റ്റ് ഈ കമ്പനിയിലേക്ക് പോയിട്ടുണ്ട്. അല്ല ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞ ഈ മാസം 30 പറഞ്ഞ സമയം കൊടുത്തേക്കണത് ഇൻഡസ്ട്രിക്ക് ചെയ്യാൻ വേണ്ടി കാര്യങ്ങളായിട്ട്. അപ്പൊ ഈ മാസം 30 സമയം കൊടുത്തേക്കണത് അർജുൻ കാർത്തിക്. വേറെ എന്തെങ്കിലും നമുക്ക് ഇതുണ്ടെങ്കിൽ നിങ്ങൾ എന്താ നിങ്ങൾക്ക് എന്താ ഇതിന്റെ ഡീറ്റെയിൽസ് അറിയണ്ട? എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നാളെ ഓഫീസിൽ ഡീറ്റെയിൽസ് കൊടുക്കാൻ പറഞ്ഞേക്കണ 31 ഇന്നല്ലേ 31 നാളെ ഇതെന്താ സംഭവം? ഇതിങ്ങനെ വിട്ട പറ്റൂല. ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കൾക്ക് ജീവിക്കണം, ഞങ്ങളുടെ കാർന്നോമാർക്ക് ജീവിക്കണം. ചെയ്യാനുള്ള നിയമപരമായിട്ട് കോടതി പോകാന്നുള്ളതാണ്. അതല്ല ഇവര് ചെയ്യുന്നത്. ഇവര് നോട്ടീസ് കൊടുത്താൽ മതി. ഇവരെന്തുകൊണ്ട് ഇവരാരെ പേടിക്കണം? ഇവരാരെ പേടിക്കണം? നിങ്ങൾ ആരെ പേടിക്കണം? ഇത് പറയണേക്ക് ഇവര് ചെയ്ത നടപടികൾ ഇവരുടെ അവിടെ കിട്ടിയാൽ നിങ്ങൾക്ക് ഒരു വിവരാമേശിട്ട് കാര്യം ചോദിച്ചിട്ട് അതിൽ കറക്റ്റ് നടപടി എടുത്തില്ല നിങ്ങൾക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ല. കോടതി എന്നൊക്കെ പറഞ്ഞ സംഗതി ഉണ്ടല്ലോ. ഇവര് ചെയ്യലെന്നല്ലേ നിങ്ങളുടെ കംപ്ലൈന്റ്? ഇവര് ചെയ്യില്ല. ഇവര് നല്ല രീതിയിൽ ഇതിന്റെ ഒറിജിനൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ആൾക്കാരുണ്ടല്ലോ, അതിന്റെ പ്രസിഡന്റ് അവരുണ്ട്. ഇവരിപ്പോ അവര് പറയണ പണി അതല്ല. ഇവര് ഒരുപാട് വർത്താനം പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾ എന്നാണ് പരിശോധിച്ചത്? എന്നൊരിക്കൽ പരിശോധിച്ചു തുടങ്ങിയത്? ഓരോ ദിവസം സംഭവിക്കാം. ഇവര് വിളിച്ചു 10 മിനിറ്റിനുള്ളിൽ ഞങ്ങൾ അവിടെ ഞങ്ങൾക്കറിയാം. അവർ കറക്റ്റായിട്ട് 3 കമ്പനിക്ക് ആ കമ്പനി എപ്പോഴും തന്നെയുള്ള പരിപാടി. ഇവരെ വിളിച്ചു PCB ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുകയും കമ്പനികളിലെത്തി യാതൊരു നടപടിയും എടുക്കാതെ തിരിച്ചുപോയതോടെയാണ് SDPI പ്രവർത്തകർ വാഹനം തടഞ്ഞ് വാഹനത്തിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. തുടർന്ന് ബിനാനിപുരം പോലീസ് സ്ഥലത്തെത്തുകയും PCB ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുകയും കമ്പനികൾക്കെതിരെ നടപടി സ്വീകരിക്കാമെന്ന ഉറപ്പ് നൽകിയതോടെയാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. SDPI വെസ്റ്റ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഫൈസൽ പോട്ട, ഷഫീഖ് എരമം, പോട്ട ബ്രാഞ്ച് പ്രസിഡന്റ് ഷമീർ ഖാൻ എന്നിവരാണ് പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകിയത്. ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ദീഖ് കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി.